തൃശ്ശൂരിൽ നിന്നും ഒരു ലോറിയിലായിരുന്നു വലിയ കേശവൻ്റെ കൊല്ലത്തേക്കുള്ള യാത്ര. ഉളിയക്കോവിൽ കണ്ണമത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ വലിയ കേശവൻ എത്തിച്ചേരുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഗജരാജ ചക്രവർത്തി പട്ടമൊക്കെ നേടിയ ഗ്ലാമർ താരത്തെ ഒരു നോക്ക് കാണുവാനും ഒന്ന് അഭിനന്ദിക്കുവാനും ധാരാളം ആരാധകർ വളരെ നേരത്തെ തന്നെ ക്ഷേത്ര പരിസരത്തെത്തിയിരുന്നു. നീണ്ട യാത്രയ്ക്ക് ശേഷം ചെറിയ ഒരു വിശ്രമം. അപ്പോഴേക്കും വലിയ കേശവനെ സ്വീകരണ ചടങ്ങിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുവാനുള്ള മീനാട് വിനായകൻ, തടത്താവിള ശിവൻകുട്ടി, മയ്യനാട് അച്ചു, നെടുമൺകാവ് മണികണ്ഠൻ എന്നീ ആനകളും ക്ഷേത്ര പരിസരത്തെത്തിച്ചേർന്നിരുന്നു. വിവിധ സ്പോൺസർമാരാണ് ഈ ആനകളെ കൊണ്ടുവന്നത്. VIP പരിഗണനയാണ് ഇവർക്കും ലഭിച്ചത്. കൊല്ലം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആനകളാണിവർ. വലിയ കേശവൻ്റെ പ്രൗഢിക്ക് മുന്നിൽ ഇവർ ആരാധനയോടെ നിന്നു. ആ തലയെടുപ്പും തുമ്പിക്കയും മുറം ചെവിവീശലുമെല്ലാം മീനാട് വിനായകും മയ്യനാട് അച്ചുവുമെല്ലാം നന്നായി ആസ്വദിച്ചു. വലിയ കേശവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ലക്ഷണമൊത്ത ആനകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് വലിയ കേശവൻ. കാരണം അത്ര നല്ല ഇടനീളവും തുമ്പിക്കൈയുടെ നീളവും കൊമ്പും ഭംഗി കൊണ്ടും ആരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു പ്രകൃതമാണ് വലിയ കേശവൻ്റെത്. അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നല്ലൊരു സ്ഥാനം വലിയ കേശവനുണ്ട്. ആൾക്കാരുടെ ഇടയിലും വലിയ കേശവന് നല്ലൊരു സ്ഥാനമുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ ഈ ഗ്ലാമർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിയാ, ഗജരാജ ചക്രവർത്തി പട്ടം കിട്ടിയതിൻ്റെ ചില്ലറ ഗമയൊക്കെ ഉണ്ട് കേട്ടോ. അമിത വിനയം കാണിച്ച് ഇല്ല എന്നൊന്നും പറയാൻ തൽക്കാലം ഞാനില്ല, സത്യം. പിന്നെ ഇതെനിക്ക് എന്തുകൊണ്ടും കിട്ടേണ്ട പട്ടം തന്നെയെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരു സൗന്ദര്യ മത്സരത്തിൻ്റെ മുടിഞ്ഞ പൊല്ലാപ്പുകളെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാം. എന്തായാലും അതൊരു ചെറിയ കളിയല്ല. ഇഞ്ചോടിഞ്ച് മത്സരിക്കാൻ കൊമ്പന്മാർ ധാരാളം ഉണ്ടായിരുന്നു. ആരും അത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല. പേര് പറഞ്ഞാൽ പലരെയും നിങ്ങൾ അറിയും. തൽക്കാലം ഞാനതൊന്നും പറയുന്നില്ല. ഈ തലയെടുപ്പിന് മുന്നിൽ രക്ഷയില്ലെന്ന് കണ്ട് പലരും വന്ന വഴിയെ ഗുഡ് ബൈ പറഞ്ഞു, അത്ര തന്നെ. ഞാനിതൊന്നും വെറുതെ ബെഡായി അടിക്കുന്നതല്ല. ഇത് കണ്ടോ, നല്ല വീണെടുത്ത കൊമ്പാണ്, ലക്ഷണമൊത്ത സാധനം. സാധാരണ കൂട്ടുകൊമ്പോ വളഞ്ഞ കൊമ്പോ ഒന്നുമല്ല. ധൈര്യമുണ്ടെങ്കിൽ വാ, ഇതിൽ കയറി ഒന്ന് കിടന്നു നോക്ക്, എന്നിട്ട് പറ. ഇനി എൻ്റെ ഉയരം ഒന്ന് അളന്ന് നോക്കിക്കേ. 10 അടിയിൽ കുറയാത്ത ഉയരമുണ്ട് എനിക്ക്. പോരെ, 10 അടി ഉയരം പോരെ? ഇനി ഈ മസ്തകം നോക്ക്. ഇത്രയും കിടിലം വായുകുംഭം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ നീണ്ട തുമ്പിക്കൈ നോക്ക്. കൊഴുകൊഴയെന്നുള്ള ഇതിൻ്റെ സൗന്ദര്യം കണ്ടോ? ഏത് പെൺകുട്ടിക്കാണ് ഇതൊന്ന് കണ്ടാൽ എന്നെ പ്രേമിക്കണമെന്ന് തോന്നാത്തത്? നല്ല നീളമുണ്ടെങ്കിലും എൻ്റെ വാല് നിലത്ത് കിടന്ന് ഇഴയാറില്ല. ഇനി ഈ നഖങ്ങളൊന്ന് എണ്ണി നോക്ക്. കുറവ് തീർന്ന നല്ല വെളുത്ത 18 നഖങ്ങൾ എനിക്കുണ്ട്. ഒരൊറ്റ കരിനഖം പോലുമില്ല. പിന്നെ എൻ്റെ നിറം, കരിവീട്ടിക്ക് ഇത്ര നിറം കാണുമോ? എനിക്കല്പം സംശയമുണ്ട്. ഒക്കെ പോട്ടെ, ഈ ചെവിയുടെ അഴക് മാത്രം മതിയല്ലോ എനിക്ക് മിസ്റ്റർ യൂണിവേഴ്സും ഗജരാജ ചക്രവർത്തി പട്ടവുമെല്ലാം ഈസിയായി അടിച്ചെടുക്കാൻ. എനിക്കും എൻ്റെ അളിയനും ആനയെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ 10 അമ്പലമുണ്ട്. എല്ലാ അമ്പലങ്ങളിലും എല്ലാ വർഷവും ഒരേ സമയത്തും ഞങ്ങൾ വിടും. പൈസയുടെ ഞങ്ങൾ നോക്കുന്നില്ല. അളിയനാണ് സ്പോൺസർ ചെയ്യുന്നത് കൂടുതലും. ഇഷ്ടപ്പെട്ട ആനയെന്ന് പറഞ്ഞാൽ ഒന്നും പറയത്തില്ല. എനിക്ക് മിക്ക ആനയും എനിക്ക് ഇഷ്ടമാണ്.